ഹരി ഓം. ദശകം 28, ശ്ലോകം 6. ഭരണസ്രജമാതഭൃംഗനാദാം ദധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ. പദച്ഛേദം നോക്കാം. വരണസ്രജം ആത്ത ഭൃംഗനാദാം. വരണസ്രജമാത്ത ഭൃംഗനാദാം ദധതി സാ കുജ കുംഭ മന്ദയാന. ദധതി സാ കുജ കുംഭ മന്ദയാന പദ ശിഞ്ചിത മഞ്ജു നൂപുരാ ത്വാം. പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിത വ്രീള വിലാസം ആസസാദ. ളായാണ് അവിടെ വേണ്ടത്. ല എന്നാണ് ചില പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്. ള എന്നായിക്കൊള്ളൂ. കലിതവ്രീള വിലാസമാസസാദ. ഭരണസ്രജമാത്ത ഭൃംഗനാദാം ദധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 5 നമ്മൾ എന്താ പറഞ്ഞത്? ഭഗവാന്റെ വീക്ഷണത്താൽ അലങ്കൃതയായ ദേവിയെ പിന്നെ ആ ദേവാദികൾ രത്നകുണ്ടലങ്ങൾ, പീതാംബരങ്ങൾ, മുക്താഹാരങ്ങൾ, ഇങ്ങനെ ദിവ്യ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ശ്ലോകം 6 പറയുന്നു, ഈ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് തന്നെ തന്നെ അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായ, അല്ലെങ്കിൽ അങ്ങനെ അനുഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആ സന്തുഷ്ടയായ ലക്ഷ്മീദേവി സ്വയംവരത്തിന് ഭഗവാനെ സമീപിക്കുന്നതാണ്. ആത്തഭൃംഗനാദാം വരണസ്രജം ദധതി. ആത്തഭൃംഗനാദാം, ആത്ത എന്ന് പറഞ്ഞാൽ വണ്ടുകളുടെ ആ നാദത്തോടു കൂടിയ വരണമാല എടുത്തവളും. അപ്പോൾ ആ ഭഗവാനെ സ്വയംവരത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ അണിയിക്കാൻ വേണ്ടിയിട്ട് ആ മാല, ആ വരണമാല കയ്യിലെടുത്തവളും ആയ ദേവി, അതാണ് ആത്തഭൃംഗനാദാം. ആ മാലയ്ക്ക് എന്താ ഉണ്ടായിരുന്ന? വണ്ടുകളുടെ നാദത്തോടു കൂടിയ വരണമാലയെടുത്തവളും കുജകുംഭമന്ദയാന. കുജം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സ്ഥനങ്ങൾ. കുജകുംഭമന്ദയാന, കുംഭം എന്ന് പറഞ്ഞാൽ കുടം. അപ്പം ആ കുജങ്ങൾ അത്ര വലിപ്പമുള്ളതായിരുന്നു എന്നർത്ഥം. അപ്പോൾ ആ സ്ഥനങ്ങൾ ആ കലശങ്ങളെപ്പോലെ, കുടങ്ങളെപ്പോലെ ആ സ്ഥനങ്ങൾ, ആ ഭാരം കൊണ്ട് മെല്ലെ നടക്കുന്നവളും. കുജകുംഭമന്ദയാന, സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് ആ കുടത്തിനെ പോലെയുള്ള ആ സ്ഥനങ്ങളുടെ ഭാരം കൊണ്ട് മെല്ലെ നടക്കുന്നവളും. പദശിഞ്ചിതമഞ്ജുനൂപുരാസ. പദശിഞ്ചിതമഞ്ജുനൂപുര എന്നാണ് കാലിൽ കിലുങ്ങുന്ന മനോഹരങ്ങളായ കാൽത്തളകളോട് കൂടിയവളും ആയ ലക്ഷ്മീദേവി. ആ കൊലുസ്, ആ ദേവിയുടെ കൊലുസ് ആ കാലിൽ കിടന്ന് കിലുങ്ങുന്നവയാണ്. അത് മനോഹരങ്ങളായിരുന്നു. അങ്ങനെയുള്ള ആ കാൽത്തളകളോട് കൂടിയതുമായ ആ ദേവി കലിതവ്രീളവിലാസം, ആ ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിക്കും. നാണം കൊണ്ട് ആ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ നാണം പ്രകടിപ്പിക്കുന്നതുമുണ്ട്. അങ്ങനെ ആ പ്രകടിപ്പിച്ചുകൊണ്ട് ത്വാം ആസസാദ, നിന്തിരുവടിയെ സമീപിച്ചു. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ആ സർവാലങ്കാര വിഭൂഷിതയായിട്ടുള്ള ആ ദേവി, ആ വരണസ്രജമാത്ത ഭൃംഗനാദാം, ആ ദേവി ആ പുഷ്പസൗരഭ്യത്താൽ ആ മത്തരായ വണ്ടുകളുടെ ആ മുരൾച്ചയോടുകൂടിയ സ്വയംവരമാല കയ്യിൽ ധരിച്ചുകൊണ്ട് കുജകുംഭമന്ദയാന, ആ കുജകുംഭങ്ങളുടെ ഭാരത്താൽ പതിഞ്ഞ ആ പതുക്കെയുള്ള നടപ്പോടു കൂടിയിട്ട് മനോഹരങ്ങളായ കാൽച്ചിലമ്പുകളോടും, അതാണ് പദശിഞ്ചിത മഞ്ജുനൂപുരാ ത്വാം, ആ
മനോഹരങ്ങളായ കാൽച്ചിലമ്പുകളോടും കൂടി അങ്ങയുടെ അനുരാഗത്താൽ ലജ്ജാവിലാസങ്ങളോടുകൂടി സാവധാനത്തിൽ അങ്ങയുടെ സമീപം വന്നു. പദശിഞ്ചിത മഞ്ജുനോപുരാ ത്വാം കലിതവ്രീള വിലാസമാസസാദ. അങ്ങനെ ഭഗവാന്റെ അടുക്കലോട്ട് വന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭരണസ്രജമാത്ത ഭൃംഗനാദാന്തധതി സാ കുജകുംഭമന്ദയാന പദശിഞ്ചിത മഞ്ജുനോപുരാ ത്വാം കലിതവ്രീള വിലാസമാസസാദ.